ഹലോ ഫ്രണ്ട്സ്, സ്നേഹ പൊന്നു കുട്ടികൾക്ക് എല്ലാവർക്കും സുഖം. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞാൻ ബ്രേസ്ലെറ്റ് ആക്കാൻ പോവാണ്. ആർക്കുമല്ല, എനിക്ക് തന്നെയാണ്. പൊതുവെ എൻ്റെ ഫ്രണ്ട്സിനാണ് ഉണ്ടാക്കാറ്. ചിലത് മാത്രമേ എനിക്ക് ഉണ്ടാക്കാറുള്ളൂ. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ ഇന്നലെ കുറച്ച് ബ്രേസ്ലെറ്റ് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കുറേ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഹുക്കും ഞാനൊക്കെ ഞാൻ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇത് കഴിഞ്ഞുകൊണ്ട് 0.1 ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ വാങ്ങിച്ചത് 0.7. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരിക്കലും വാങ്ങിക്കരുത് 0.1. കാരണം അത് വലിയണമില്ല, നല്ല ടൈറ്റായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് 0.7 നിങ്ങൾക്ക് തന്നെ അറിയാനുള്ള ലൂസാണ്, പ്രശ്നമില്ല, അടിപൊളിയാണ്. പക്ഷേ ഞാൻ ചില സമയത്ത് എനിക്ക് കിട്ടാത്ത സമയത്ത് കടിച്ച് മുറുക്കുമ്പോൾ എൻ്റെ പല്ലത്തെ ഷാർപ്പുണ്ട് ആ പൊട്ടിപ്പോവും. അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഞാൻ വിട്ടുകൊടുത്തില്ല, ഒന്നും കൂടി ഉണ്ടാക്കിയിരുന്നത്. ഇതിപ്പോൾ പൊട്ടണ വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പൊട്ടലുണ്ടപ്പോൾ പിന്നെ ഞാൻ സ്പീഡാണ് കൂട്ടി വെച്ചിട്ട് ചെയ്തു. ഇതിൽ ഞാനിപ്പോൾ ഇത്രയും ഉണ്ടെന്നത് ഓർഗനൈസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് അതൊക്കെ വാങ്ങിച്ചു. ആ സ്റ്റിക്കേഴ്സ് കൊണ്ടുതന്നെ സമാധാനത്താക്കി. എനിക്കെത്തൊന്നും യൂസ്ഫുൾ ആവില്ല. ബ്രേസ്ലെറ്റൊക്കെ നമ്മൾ ഇത്തിരി ഉണ്ടാക്കുമ്പോൾ മടുക്കും എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ഇനിയും എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയിരുന്നു. പക്ഷെ ആ പൊട്ടൽ കണ്ടപ്പോൾ ഒന്നുണ്ടാക്കിയിട്ട് അവസാനിപ്പിക്കാമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ടേൺ. ഓക്കെ, അപ്പം ഞാൻ എന്തൊക്കെ വേണ്ടതെന്നൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത്, പിന്നെ നിങ്ങൾ കണ്ടില്ല ലെറ്റേഴ്സ് ഉണ്ടാകും. കുറച്ച് വാങ്ങിച്ചു. ഞാൻ ശരിക്കും ബ്ലാക്കായിരുന്നു ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ കളർഫുൾ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കളർഫുൾ എടുത്തപ്പോൾ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഓർമ്മ വന്ന് ഏത് ഡ്രസ്സിനും മാച്ചാവുന്ന കളർഫുൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പിങ്ക് ഡ്രസ്സിന് പിങ്ക് എടുക്കുക, യെല്ലോ ഡ്രസ്സിന് യെല്ലോ എടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ബ്ലാക്ക് ലെറ്റേഴ്സ് പോയി. ബ്ലാക്ക് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കുറേ എനിക്ക് ഉണ്ടായിരുന്നത് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇത്രയുള്ളതൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷേ ചിലതൊന്നും ഞാൻ ഉണ്ടാക്കിയതാണ് ചിലത് എനിക്ക് നല്ലോണം ഇഷ്ടമായി, ചിലത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ ഞാൻ പറയുന്നത്, എനിക്ക് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് കാണില്ല എന്ന് പിന്നെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാനൊന്നും കൂടി എടുത്ത് ഇത് പെട്ടെന്നുള്ള ഒന്നാണ് കേട്ടോ. ഞാൻ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കണ ഓർത്ത് ഞാൻ വീഡിയോ എടുക്കാതെ തന്നെ എടുക്കാൻ വിചാരിച്ചു. പക്ഷെ നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് എനിക്കൊരു വാശിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റൂമിൽ പോയി ടാബ് എടുത്ത് കൊടുന്നു, വീഡിയോ എടുത്തു. അങ്ങനെ പിന്നെ ഇതിൽ ഞാനിപ്പോൾ കുറേ 0.1 ഞാൻ പറഞ്ഞില്ലേ, ആ വെച്ച് ഞാൻ ചെയ്തപ്പോൾ കുറേ പ്രാവശ്യം കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് 0.1 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല കുറേ ഇങ്ങനെ ഇപ്പം നമ്മൾ 2 പ്രാവശ്യം കെട്ടിക്കൊടുക്കും വെച്ചിട്ട് 10-20 പ്രാവശ്യം ഒന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പോരും. അത് എൻ്റെ എനിക്ക് ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ നോക്കാം. കുറേ പ്രാവശ്യം ഉണ്ടാക്കി. ഹലാമാന്ന് തന്നെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞു. ഹലാമാന്ന് ടപ്പേ പറഞ്ഞിട്ടൊരു പൊട്ടിയത് കളിക്കാൻ കിട്ടില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവസാനത്തിലേക്ക് എന്തെത്തുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് ചെയ്യും എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഉണ്ണിമണ്ടായിരുന്നു. അതങ്ങോട്ട് ഉറപ്പായിട്ടും ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഇത്രയും സാധനങ്ങൾ ഉണ്ട് എന്നുള്ള ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിയണത്. പിന്നെ ഞാൻ കുറേ മറ്റേതുണ്ടല്ലോ, എന്താ അപ്പോൾ ഇത് വൈറ്റ് പേള്, അതായിരുന്നു എനിക്ക് കൂടുതൽ. പിന്നെ ലെറ്റേഴ്സ് ഇതൊക്കെയായിരുന്നു ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ബ്ലാക്ക് എൻ്റെ ഉമ്മാക്ക് ഉണ്ടാക്കി
ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കി കൊടുത്ത 0.7 ഇന്നലെ ഇത് വാങ്ങിച്ചിട്ടുള്ളൂ. അത് ഞാൻ കെട്ടിക്കൊടുത്തപ്പോൾ മൊത്തമായിട്ട് വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയായിരുന്നു എനിക്ക് മനസ്സിലായത് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കാൻ പറ്റാത്തൊരു ഡേ ആണ് ഈ ഒരു 0.7. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, നല്ല വാളിയും നല്ല ക്വാളിറ്റി. അതൊക്കെ ചെയ്യുമ്പോൾ ആ പൊട്ടിപ്പോയത് അപ്പോഴാണ് എനിക്ക് എൻ്റെ സങ്കടം മനസ്സിലാവുന്നത്. ഇനി ഇത് ഉണ്ടാക്കുന്ന പൊട്ടിപ്പോവാനായല്ലോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോഴാണല്ലോ ഞാൻ അറിയുന്നതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾ പറയണ്ടേ, നിങ്ങളെന്നെ സൈച്ചഡായിട്ട് അങ്ങോട്ട് കാണണം എന്നൊക്കെയായിരുന്നു. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ പോകരുത് പ്ലീസ്. പിന്നീട് നിങ്ങൾക്ക് ലൈക്കൊന്നും ഷെയറൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് സത്യേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാനിപ്പോൾ ഞാൻ ഒരു ദിവസം അതേപോലത്തെ വീഡിയോ എടുത്തിരുന്നു ബ്രേസ്ലെറ്റ് ഇതാക്കുന്നത്. അതിലും ഞാൻ അതേപോലെ മൂഞ്ചി, അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഈ മൂഞ്ചിന് വീഡിയോ ഇടാൻ കാരണം എന്തുണ്ടാണെങ്കിലും ആ കഷ്ടപ്പെട്ടിട്ടല്ല ആ വീഡിയോ നോട്ടത്. അപ്പോൾ ഇതും കൂടി ഇടണമല്ലോ, അത് പക്ഷേ എനിക്ക് വന്നു, ഞാൻ ഇട്ടും ചെയ്തു. പിന്നെ ക്ലേ കൊണ്ടുണ്ടാക്കുന്ന ബ്ലോഗും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ക്ലേ കൊണ്ടുണ്ടാക്കുന്നത് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാണാൻ പറ്റുമെങ്കിൽ കാണുക. പിന്നെ ഞാനതൊക്കെ ആയി നന്നിട്ട് തന്നെയാണ് ചെയ്തത്. ഈ കെട്ടൽ പൊട്ടാനുള്ള കെട്ടലാണ്. ഞാൻ കുറേ നേരം പറയൽ തുടങ്ങിയിട്ട് ശരിക്കും പൊട്ടുള്ള കെട്ടലായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് പോട്ടറായെങ്കിലും പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ ആരാവട്ടെ, എൻ്റെ കുറേ കസിൻസൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി തരാൻ. ആരാവട്ടെ ഞാൻ കവറിൽ ഇതാക്കിയിട്ടൊക്കെ കവർ ചെയ്തിട്ട് കൊടുക്കും. പക്ഷെ ഇത് എനിക്കല്ലേ, എനിക്ക് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഉമ്മക്കാണെങ്കിലും ഞാനിങ്ങനെ കവർ ചെയ്തിട്ട് കൊടുക്കാറുള്ളൂ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. പക്ഷെ എനിക്കെന്തോ ലൂസ് ഫീലായി ഞാൻ ഇട്ടപ്പോൾ. പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, സൂപ്പർ. പിന്നെ ഞാൻ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി. പിന്നെ ഞാനൊരു 1.5 സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ആ പൊട്ടിയപ്പോൾ എനിക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ കിട്ടണില്ല. നമ്മൾ എന്ത് ചെയ്താലും അത് പാളിപ്പോകുന്നതാണല്ലോ നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇതങ്ങനെ പാളിപ്പോവില്ല. ഫസ്റ്റ് പാളിപ്പോയെങ്കിലും അത് നമ്മളെ കുഴപ്പമില്ല പറഞ്ഞു വിട്ടു. പിന്നെയും പാളിപ്പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈറ പിടിക്കലായിരുന്നു ഈ കെട്ടലിൽ നിങ്ങൾ സംഭവിച്ചു. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് പിന്നെ പറ്റുണ്ടോ, എനിക്ക് ലൂസാണോ ടൈറ്റാണോ എന്നൊന്ന് ജസ്റ്റ് നോക്കിയതാണ്, കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് കെട്ടി മുറുക്കി ഞാൻ പല്ലിട്ട് അങ്ങോട്ട് കെട്ടിയതാണ്. പിന്നെ ഈ മൈലാഞ്ചി എനിക്ക് നമ്മുടെ ആ ക്യൂട്ടക്സ് ഇതിലാണ് കിട്ടുന്നത്. ഞാൻ ഇട്ട് പറിച്ചപ്പോൾ പക്ഷെ അത് ബിഗ് പോലത്തെയാണ്, പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. ബിഗ് പിന്നെ പോലെയാണ്, പെട്ടെന്ന് എന്തെങ്കിലും സോപ്പിട്ട് കഴുകിയാൽ പൊട്ടി പോകും. കണ്ടില്ലേ, പൊട്ടിയില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല, ഞാൻ നേരിട്ടത് കണ്ടുകണ്. പിന്നെ ഞാൻ എൻ്റെ സ്പീഡ് കുട്ടി 1.5 സ്പീഡായിരുന്നു. ഞാൻ പെട്ടെന്നൊക്കെ ചെയ്തല്ലേ സ്പീഡ് കൂട്ടിയതാണ്. ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തോ നമുക്കൊന്ന് സാറ്റിസ്ഫൈഡ് ചെയ്യും. പിന്നെ ഞാൻ ചെയ്തത്, ഞാൻ ടാപ്പ് ഷാമ്പു ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. കുറേ പേര് ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിട്ടൊന്നും ഇട്ടുകൂടെയെന്നോ എന്തുണ്ടെങ്കിലും ഇടാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് നല്ല വൈക്ക് തന്നെയാണ് ഇട്ട് പോയത്. ഇതെനിക്ക് പാകമായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നേക്കാരം. പിന്നീട് വരണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലാസ്റ്റ് വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.